ഇന്ന് നമുക്ക് കുറച്ച് സിലോപ്പിയ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് വെട്ടിക്കഴുകി നല്ല വൃത്തിയാക്കി നല്ല അടിപൊളി ഒരു മുളകൊക്കെ ഇട്ട് നല്ല കിടുക്കനൊരു കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കാണുന്നതിനായി എല്ലാവരെയും ടോണി ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇനി സിലോപ്പിയ എല്ലാം വെട്ടിക്കഴുകിയിട്ട് നോക്കാം നമുക്കൊക്കെ. സിലോപ്പിയ എല്ലാം വെട്ടിക്കഴുകി ഇനി നമുക്ക് നല്ല രീതിയിൽ നിന്ന് വരഞ്ഞ് റെഡിയാക്കാനുണ്ട്. അപ്പം നല്ല വലുപ്പമുള്ള 2 സിലോപ്പിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി വേറൊരു പരിപാടിക്ക് വെച്ചേക്കുവാണ്. അപ്പോൾ അവൻ്റെ തലയും കൂടെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണത്തിന് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സിലോപ്പിയ വെച്ചിട്ടാണ് നമ്മളിനി കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ വലുതിനെ 2 നമ്മളങ്ങ് മാറ്റിയേ. അതിൻ്റെ തല രീതി കിടപ്പുണ്ട് കേട്ടോ. ആ കാണുന്ന 2 തല മുട്ടൻ തലയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. ഇനി അതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ കുറച്ച് കടുക് അങ്ങോട്ട് വാരിയിട്ട് പൊട്ടിച്ചുണ്ടോ കട്ടപ്പട്ടേ എന്ന് പറഞ്ഞ് കടുക് അങ്ങോട്ട് പൊട്ടി തെറിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഏകദേശം പൊട്ടി തീരാറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ നമ്മൾ തട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഉലുവയെ അങ്ങോട്ട് ഇടുവാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഉലുവയും കൂടെ ഒന്ന് ഏകദേശം ഒന്നായി വരുമ്പോഴേക്കുമാണ് നമ്മൾ അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി കറിവേപ്പില അതും കൂടെ അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. കറക്റ്റ് മീൻ കറി അപ്പോൾ തന്നെ ആയി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ നമ്മളുടെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു, ഇഞ്ചി ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു. അപ്പം ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴാണ് നമുക്ക് അടുത്ത പരിപാടി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ഉള്ളിയാണിത്. അതിന് ശേഷം ഒന്ന് വാടി വരുമ്പോഴേക്കാണ് നമ്മൾ ഇതുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മളിപ്പോൾ ഇട്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള പേസ്റ്റ് കേട്ടോ. സെപ്പറേറ്റ് നമ്മൾ കുറച്ച് അരച്ച് വെച്ചേക്കണം. അത് വിട്ടു. പിന്നെ പച്ചമുളക് കിട്ടും. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ കേട്ടോ ഇതിൻ്റെ പ്രത്യേകത കണ്ടല്ലോ, ഇച്ചിരി എണ്ണ കൂടി നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ കണ്ടോ അടിപൊളിയായിട്ട് നമ്മളിതെല്ലാം കൂടെ അങ്ങ് വഴറ്റിയെടുക്കാൻ പോകണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ചെറിയ ഉള്ളിയും നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. എല്ലാം ഒന്നിട്ടൊന്ന് വഴണ്ടി വന്നപ്പോഴേക്കും നമ്മളിതാ മുളക് പൊടി ഇട്ടു. മുളക് പൊടി നമ്മളിട്ടത് 2 സ്പൂണ് കാശ്മീരും 2 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയുമാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല പരുവത്തിനുള്ള എരിവ് കിട്ടും. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം എണ്ണയിൽ തന്നെ ഇത് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടായിരിക്കണം നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുളക് പൊടി മസാല ഐറ്റംസ് എല്ലാം കൂടെ ഞങ്ങളുടെ എണ്ണയിൽ നല്ല രീതിയിൽ നല്ല മൊരിഞ്ഞങ്ങ് വരും കേട്ടോ. ഏകദേശം നമ്മുടെ മുളക് പൊടി മസാല എല്ലാം കൂടെ നല്ല രീതിയിൽ മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കറക്റ്റ് പരുവത്തിനെ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറഞ്ഞാലും പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് നമുക്കതും കൊണ്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ആ കുടംപുളി വെള്ളത്തിൽ കിടന്ന് ഈ മസാലയൊക്കെ ഒന്നും കൂടെ ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ കുടംപുള്ളി വെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളച്ചു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ആ ഒഴിച്ചു കൊടുത്ത വെള്ളവും നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കേണ്ടത്. അപ്പം നല്ലപോലെ ഏകദേശം തിളച്ചിന് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിലോപ്പി കുട്ടന്മാരെല്ലാം വാരി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സിലോപ്പിയുടെ തലയൊക്കെ ഇപ്പോൾ ഇടും കണ്ടോ. നമ്മുടെ ഫേവറേറ്റാണ് തല കേട്ടോ. തല നമ്മൾ ആർക്കും വിട്ട് കൊടുക്കത്തില്ല, അത് നമുക്ക് കാണാവേ. അപ്പോൾ നമ്മുടെ തലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് സിലോപ്പി തലയൊക്കെ കറി വെച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ കറി വെച്ച് നോക്കാമെങ്കിലും അപ്പോൾ വലിയ സിലോപ്പിയുടെ തലയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടുന്ന കറി വെച്ച് നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ മീൻകറി വെക്കുമ്പോഴേക്കുള്ള വെള്ളം എല്ലാം കൂടെ കോരി ഒഴിക്കരുത്. ഏകദേശം ഇത്രയും വെള്ളമേ നിൽക്കാവുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലോപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം ഏകദേശം കുറച്ച് നേരം മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചട്ടി വെച്ച് മൂടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചത് കേട്ടോ. ഇപ്പോൾ ചട്ടി തുറന്നത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അടിപൊളി പരുവത്തിലായി. നമുക്കിനി ചോറുണ്ണാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ നമ്മൾ ചോറുണ്ണാൻ പോവുകയാണ്. മീനൊക്കെ നല്ല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഒന്ന് എടുത്ത് കറി ഒന്ന് കഴിച്ചു നോക്കാമെങ്കിൽ ഉണ്ടല്ലോ, എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി നല്ല സെറ്റ് സാധനമായിരിക്കും. പക്ഷെ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും നമുക്കില്ല. നമ്മളിത് ഇപ്പം തന്നെ അമ്മമാരെ അങ്ങ് പൊക്കുവാണ്. അപ്പം നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തല തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ പൊക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ തലയെ അങ്ങോട്ട് പൊക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളെ. സിലോപ്പിയ കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തല
അത് ആർക്കും വിട്ടു കൊടുക്കരുത്. കിടുക്കൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിത് ചോറെടുത്തു, കറിയൊക്കെ നമ്മൾ വിളമ്പാൻ പോവുകയാണ്. ഊണ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.